കല്യാണം കഴിച്ചുവിട്ടിട്ട് ഒരു മാസം പോലും തികയുന്നതിന് മുമ്പ് മോള് സ്വന്തം വീട്ടിലെത്തി അമ്മയോട് പറഞ്ഞു, അമ്മേ, എനിക്ക് അയാളുടെ ഒപ്പം ഒരു ദിവസം പോലും കഴിയാൻ പറ്റില്ല. എന്നും വഴക്കോട് വഴക്ക്, എന്നോട് ഒരു സ്നേഹവും ഇല്ല. പലവട്ടം അയാളെ ഞാൻ കൊല്ലണമെന്ന് വിചാരിച്ചതാണ്. കോടതിയെ പേടിച്ച് അത് ഞാൻ ചെയ്യാത്തതാണ്. അമ്മ പറഞ്ഞു, മോളെ നീ ശാന്തമാകുക, ഇരിക്കുക, ഭക്ഷണം കഴിക്കുക. മോള് പറഞ്ഞു, വേണ്ട, എനിക്ക് ഭക്ഷണം വേണ്ട, കുന്തവും വേണ്ട, എനിക്ക് അയാളെ കൊന്നാൽ മതി. അമ്മ പറഞ്ഞു, ശരി, നിനക്ക് അയാളെ കൊന്നാൽ പോരെ, ഞാൻ വഴിയുണ്ടാക്കാം. എന്താ അമ്മേ വഴി? അമ്മ പറഞ്ഞു, മോളെ, ഞാൻ നിനക്ക് ഒരു പാക്കറ്റിൽ കുറച്ച് വിഷപ്പൊടി തരാം. നീ എന്നും അതിരാവിലെ എഴുന്നേറ്റ് ചായ ഉണ്ടാക്കി അതിൽ ഇച്ചിരി നുള്ള് ഇത് ഇടണം, ഈ വിഷം ഇടണം. പിന്നെ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി അയാൾ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് എന്നും അതിരാവിലെ നീ ഈ ഭക്ഷണത്തിൽ നല്ല സ്വാദിഷ്ടമായിരിക്കണം, അല്ലെങ്കിൽ പിന്നെ വിഷത്തിൻ്റെ ടേസ്റ്റ് അറിയില്ലേ. അതുകൊണ്ട് നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കി അതിൽ ഓരോ നുള്ളിട്ട് കൊടുക്കണം. ഒരു മാസം കൊണ്ട് അയാൾ മരിക്കും. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, നിങ്ങളിനി വഴക്കുണ്ടാക്കിയ അയൽവക്കക്കാർക്കും അവിടെ ഉള്ളവർക്കൊക്കെ സംശയം തോന്നരുത്, അയാളുടെ വീട്ടുകാർക്കും. അതുകൊണ്ട് നിങ്ങൾ നാളെ തന്നെ അയാളോട് നല്ല സ്നേഹം അഭിനയിക്കണം, എന്ത് പറഞ്ഞാലും അനുസരിക്കണം, അയാൾ പറഞ്ഞ ഒക്കെ അങ്ങ് കേട്ട് അനുസരിക്കണം. മോൾക്ക് സന്തോഷമായി. മോള് വിഷപ്പൊടിയും മേടിച്ച് വീട്ടിലെത്തി. പിറ്റേന്ന് അതിരാവിലെ എഴുന്നേറ്റു, ആദ്യം ചായ ഉണ്ടാക്കി, അതിലല്പം നുള്ളുപൊടി ഇട്ടു. പിന്നെ നല്ല സ്വാദിഷ്ടമായ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. സ്നേഹത്തോടെ ഭർത്താവിനെ വിളിച്ചിരുത്തി ഇതെല്ലാം കൊടുത്തു. സ്നേഹത്തോടെ ഭർത്താവിനോട് പെരുമാറാൻ തുടങ്ങി. അയാൾ പറഞ്ഞൊക്കെ അനുസരിക്കാൻ തുടങ്ങി. 15 ദിവസം കഴിഞ്ഞപ്പോൾ മോള് വീണ്ടും ഓടി അമ്മയുടെ അടുത്ത്, അമ്മേ, എനിക്കൊരു അബദ്ധം പറ്റി. എന്താടി മോളെ? എൻ്റെ അമ്മ, അയാളാകെ മാറിയില്ലേ, എന്നോട് ഭയങ്കര സ്നേഹമാണ്, എൻ്റെ അടുത്ത് മാറാൻ ഇഷ്ടമില്ല അയാൾക്ക്. അമ്മ, എനിക്ക് അയാളെ കൊല്ലണ്ട, എനിക്ക് അയാളോടൊപ്പം ജീവിച്ചാൽ മതി. പക്ഷെ ഒരു അബദ്ധം കാണിച്ചു പോയില്ലേ, ഞാൻ 15 ദിവസം വിഷം കൊടുത്തില്ലേ, ഇനി 15 ദിവസം കഴിയുമ്പോൾ അയാൾ ചത്തുപോയില്ലേ? അമ്മ പറഞ്ഞു, മോളെ സാരമില്ല. ചിരിച്ചുകൊണ്ട് അമ്മ തുടർന്നു, ഞാൻ നിനക്ക് തന്നു വിട്ടത് വിഷപ്പൊടിയൊന്നുമല്ല, അത് ചുമ്മാ വെറും ഗോതമ്പ് പൊടിയായിരുന്നു മോളെ. മോളെ, വിഷം പൊടിയിലായിരുന്നില്ല, നിൻ്റെ മനസ്സിലായിരുന്നു. മനസ്സ് മാറിയപ്പോൾ അയാളും മാറി, അത്രയേ ഉള്ളൂ മോളെ.